ഓൺലൈൻ ട്രേഡിംഗിനായി ബാങ്ക് അക്കൗണ്ട് തരപ്പെടുത്തി 31 ലക്ഷം രൂപ തട്ടിയ കേസിലെ പ്രധാനി പിടിയിലായിരിക്കുന്നു. കൊല്ലം സ്വദേശി അമീർ ഖാനാണ് പിടിയിലായത്. കൊട്ടാരക്കര സ്വദേശിയിൽ നിന്നാണ് പണം തട്ടിയത്. വിവരങ്ങളുമായി AB ജയശങ്കർ ചേരുന്നുണ്ട്. ജയശങ്കർ, ഇതൊരാളിൽ നിന്ന് മാത്രമാണോ ഈ തട്ടിപ്പ് നടന്നിട്ടുള്ളത്? ഈ അമീർ ഖാൻ ഈ ഒരു വലിയ നെറ്റ്വർക്കിന്റെ ഭാഗമോ മറ്റോ ആണോ? അതായത് ഒരാളിൽ നിന്ന് മാത്രമാണ് ഈ തട്ടിപ്പ് നടന്നതെന്ന് വിലയിരുത്താൻ സാധിക്കില്ല. കൂടുതൽ പേര് തട്ടിപ്പിന് ഇരയായിരിക്കാം. സാധാരണക്കാരിൽ നിന്ന് പ്രലോഭനങ്ങൾ നൽകി ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, സിം കാർഡ് വിവരങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശേഖരിച്ച് തട്ടിപ്പ് നടത്തുന്ന സംഘത്തിലെ ഒരു പ്രധാന കണ്ണിയാണ് കൊല്ലം റൂറൽ പോലീസിന്റെ പിടിയിൽ ആയിരിക്കുന്നത്. ഈ കൊല്ലം സ്വദേശി അമീർ ഖാനാണ് നിലവിൽ പോലീസ് പിടിയിലായിരിക്കുന്നത്. ഇയാളെ കൊട്ടാരക്കര സ്വദേശിയുടെ ഓൺലൈൻ തട്ടിപ്പിലൂടെ 31 ലക്ഷം രൂപ തട്ടിച്ച കേസിലാണ് നിലവിൽ കൊല്ലം റൂറൽ പോലീസ് സൈബർ വിഭാഗം അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പരാതിയിലായിരുന്നു നടപടി. എന്തായാലും ഈ സംഘത്തിലെ മുഖ്യ സൂത്രധാരനായി പോലീസ് വലിയ അന്വേഷണം നടത്തുന്നു. ഈയിടെയായി പോലീസ് ഇത്തരത്തിൽ വലിയ തോതിൽ സൈബർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വലിയ കണ്ണികളെ പിടികൂടുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ആറന്മുളയിൽ ഭോപ്പാലിൽ പോയിക്കൊണ്ട് പോലീസ് സംഘം ഒരാളെ കഴിഞ്ഞ ദിവസം പിടികൂടിയിരുന്നു. 46 ലക്ഷത്തിന്റെ സൈബർ തട്ടിപ്പിലായിരുന്നു ഈ നടപടി. അത്തരത്തിൽ കേരളത്തിലെ സൈബർ പോലീസ് ഇത്തരത്തിൽ ഓൺലൈൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വലിയ പണം തട്ടുന്ന കേസുകൾ ഉൾപ്പെടെ ഈ പ്രതികളെ അവരുടെ കേന്ദ്രത്തിലെത്തി അവരുടെ തട്ടിപ്പ് രീതികൾ മനസ്സിലാക്കി അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഈ കൊട്ടാരക്കരയിലെ 31 ലക്ഷം തട്ടിയ കേസുമായി ബന്ധപ്പെട്ട ഒരാളാണ് നിലവിൽ പിടിയിലായത്. കൂടുതൽ പേർ പിടിയിലാകാനുണ്ട് എന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഈ സംഘത്തിലെ മുഖ്യ സൂത്രധാരന് വേണ്ടിയുള്ള അന്വേഷണം കൊല്ലം റൂറൽ പോലീസിന്റെ സൈബർ വിഭാഗം തുടരുകയാണ്. ഗോകുൽ. ശരി, AB ജയശങ്കറാണ് വിശദാംശങ്ങൾ നൽകിയത്. ഓൺലൈൻ ട്രേഡിംഗിൽ നിരവധി പേർക്കാണ് ലക്ഷങ്ങൾ അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെട്ടത്. ഏതായാലും അവരിലേക്കൊക്കെ വെളിച്ചം വീശുന്ന തരത്തിലുള്ള ഒരു അറസ്റ്റാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ആമീർ ഖാൻ എന്ന കൊല്ലം സ്വദേശിയാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്.